നമുക്ക് CSSDയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് പരിചയപ്പെടാം. അപ്പോൾ റീയൂസബിൾ പാക്കിംഗ് മെറ്റീരിയൽസിൽ ആദ്യം വരുന്നത് ഇതുപോലുള്ള റിജിഡ് സ്റ്റെറിലൈസേഷൻ കണ്ടെയ്നേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കണ്ടെയ്നറിൻ്റെ ലിഡിനകത്തൊരു ഒരു ഫിൽട്ടർ മെക്കാനിസം. നമുക്കിവിടെ റീയൂസബിൾ ഫിൽറ്ററാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വിത്ത് ഓട്ടോമാറ്റിക് ക്ലോഷർ. കൂടാതെ ഇതിനോടൊപ്പം ഒരു ലോക്കിംഗ് സിസ്റ്റവും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോക്ക് സ്റ്റെറിലൈസേഷന് ശേഷം അല്ലെങ്കിൽ സ്റ്റീം എക്സ്പോഷറിന് ശേഷം അത് കണ്ടെയ്നർ ലിഡ് ലോക്കാവും. ഓക്കെ, അടുത്ത് വരുന്ന റീയൂസബിൾ പാക്കിംഗ് മെറ്റീരിയൽസ് ലിനൻസ് ആണ്, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് 140 ത്രെഡ്സ്, ഒരു സ്ക്വയർ ഇഞ്ച് ഏരിയയിൽ 140 ത്രെഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി, അതിലെന്തെങ്കിലും ഹോൾസ് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പാക്കിങ്ങിന് വേണ്ടി എടുക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത് ഡിസ്പോസിബിൾ പാക്കിംഗ് മെറ്റീരിയൽസിൽ മെയിനായിട്ട് ആദ്യത്തെ SMS റാപ്പേഴ്സാണ്. അത് പല സൈസിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് പീൽ പാക്ക് കോമ്പിനേഷൻസ്, അത് പീൽ പാക്ക് പൗച്ചസ് വരുന്നുണ്ട്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ഇതുപോലെയുള്ള നോർമൽ പേപ്പർ പ്ലാസ്റ്റിക് പൗച്ചസ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്റ്റീമിനും എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷനും ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. സെൽഫ് സീൽ ചെയ്തെടുക്കാൻ കഴിയുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഹീറ്റ് സീൽ ചെയ്തെടുക്കാൻ കഴിയുന്നതും അവൈലബിൾ ആണ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് സ്പൺ ബോണ്ട് പോളി ഒളിഫിൻ പൗച്ചസ്, അല്ലെങ്കിൽ നമ്മുടെ ടൈവക് പൗച്ചസ് എന്നറിയപ്പെടും. പ്ലാസ്മ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ഈ പേപ്പർ സൈഡ് എന്ന് പറയുന്നത് സ്പൺ ബോണ്ട് പോളി ഒളിഫിൻ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് സെല്ലുലോസ് കണ്ടൻറ്റ് ഇതിൽ അടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മുടെ പേപ്പർ പ്ലാസ്റ്റിക് പൗച്ചസിലാണെങ്കിൽ അതിൻ്റെ പേപ്പർ സൈഡ് മെഡിക്കൽ ഗ്രേഡ് പേപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഈ 2 ടൈപ്പ് പൗച്ചസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.